സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയരെ, ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ പ്രളയകാലത്തിന് ആരംഭത്തിൽ സൃഷ്ടി എങ്ങനെയൊക്കെ നടത്തുന്നു എന്നാണ്. മായയെ ഏൽപ്പിച്ചുകൊണ്ട് സൃഷ്ടി നടത്തി. കാലം, കർമ്മം, ജീവൻ, ദ്രവ്യം കർമ്മജ കാലശ്ച സ്വഭാവോ ജീവയേവച, ഈ അഞ്ചെണ്ണത്തിനെ മായയോട് കൂടിയിട്ട് ക്ഷോഭിപ്പിച്ചിട്ടാണ് നടത്തുന്നത്. ചെറുതായ ഒരു പ്രേരണ, ഒരു നോട്ടം കൊണ്ട് ഭഗവാൻ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കാലം, കർമ്മം, സ്വഭാവം, ബുദ്ധി മുതലായിട്ടുള്ള അഞ്ചെണ്ണത്തിനെ പ്രേരകശക്തിയായി കൊണ്ട് മഹത്തത്വത്തെ സൃഷ്ടിക്കുന്നു. യോസൗ മഹാനുച്യതേ, ആ ഭഗവാൻ തന്നെയാണ് ജീവജാലങ്ങളിൽ ജീവാത്മാവായിട്ട് പ്രവേശിക്കുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമായിട്ട് ജീവാത്മാവ് കാണുന്നു. അങ്ങനെ മഹത്വത്വത്തെ സൃഷ്ടിക്കുന്നു. തുടർന്ന് മഹത്തത്വത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടാവുന്നു. സൃഷ്ടിയെ വർണ്ണിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് മഹത്തത്വത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവുന്നത്? തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പം അഹമിത്യുദ്ബോധനിഷ്പാദക ചക്രേസ്മിൻ തവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈതമോദിബകുലം വിഷ്ണോ ഭവത്പ്രേരണാത്. ഇവിടെ മഹത്വത്വത്തിനെ തുടർന്ന് വർണ്ണിക്കുന്നു. ആദ്യം സൃഷ്ടിക്കുന്നത് മഹത്വത്വം, എല്ലാറ്റിൻ്റെയും ബീജം, എല്ലാറ്റും അടങ്ങിയിട്ടുള്ള ഒരു മൂലവസ്തു എന്നതാണ് സൃഷ്ടിക്കുന്നത്. ഈ മഹത്വത്വം പ്രധാനമായിട്ട് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒരു സമ്മേളനം, എല്ലാം അതിലുണ്ട്. സത്വഗുണപ്രധാനമായിട്ടാണ് എങ്കിലും നിൽക്കുന്നത്. സത്വരജസ്തമോ ഗുണങ്ങളുടെ സാന്നിധ്യം എല്ലാറ്റിലും ഉണ്ടാവും. പക്ഷെ ആ സത്വരജസ്തമങ്ങൾ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും. ചിലതിൽ സത്വം കൂടും, അപ്പോൾ മറ്റ് രണ്ടും കുറയും. ചിലതിൽ രജസ് കൂടും, അപ്പോൾ ബാക്കി രണ്ടും കുറയും. ഇങ്ങനെ ഏതാണ് ഒന്ന് കൂടുക വെച്ചാൽ മറ്റത് രണ്ടും കുറഞ്ഞ് ആണ് ഇരിക്കുക. സത്വാധികം പ്രാധാന്യമുള്ളതിൽ മറ്റ് രണ്ടും കുറഞ്ഞ് കാണാം. രജോ ഗുണം കൂടിയതിൽ സത്വം തമസ്സും കുറയും. തമസ്സത്വം രജസത്വം തമസ്തത, ഗീതയിലെ ശ്ലോകം പറയുന്നത്. രജസ് കൂടിയാൽ തമസ്സും സത്വവും കുറയും. സത്വം കൂടിയാൽ മറ്റത് രണ്ട്, ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റത് രണ്ടും കുറയുക. ഇതിങ്ങനെയാണ് സാധാരണ ഗുണങ്ങളുടെ ഒരു പ്രത്യേകത. ഇവിടെ പറഞ്ഞ തത്ര അസൗച്ച മഹാൻ ത്രിഗുണാത്മകോപി സത്വപ്രധാന സ്വയം. ത്രിഗുണങ്ങളുടെ സമ്മേളനമാണ് മഹത്തത്വമെങ്കിലും സത്വത്തിനാണ് ആധിക്യം ഉള്ളത്. മൂന്നും ഉണ്ടെങ്കിലും സത്വത്തിനാണ് ആധിക്യം ഉള്ളത്. സത്വപ്രധാന സ്വയം, സത്വപ്രധാനമാണ് മഹത്വത്വം എന്നർത്ഥം. പ്രാധാന്യം തത്വത്തിനാണ്. തത്വമാണ് കൂടുതലും ഉണ്ടാവുക, ബാക്കി രണ്ടും കുറഞ്ഞിരിക്കും. മൂന്നും ഉണ്ട് എങ്കിലും തത്വത്തിന് അധികത ഉണ്ട്. ഇതാണ് ജീവേസ്മി സ്വയം നിർവികൽപ്പം അഹമിതി ഉദ്ബോധ നിഷ്പാദക. ജീവങ്കൽ അത് ഞാൻ എന്ന തോന്നൽ സ്വയമേവ ഉളവാക്കുന്നുവത്രേ. ജീവന്മാർ ശരീരത്തിൽ വരുമ്പോൾ അതിന് ഞാൻ എന്ന തോന്നൽ, ശരീരമാണ് ഞാൻ എന്ന തോന്നലാണ് അധികം ഉണ്ടാവുക. അപ്പോൾ അഹന്തത്വം എന്ന് പറയുന്ന അഹങ്കാരം, ഞാൻ എന്ന തോന്നലുകൾ അവിടെ വരുന്നു. അഹമിത് ബോധ, അത് എന്തുകൊണ്ടാണ്? ഭവത് പ്രേരണ, ഇതിനെല്ലാം കാരണമായിട്ട് ഭഗവാൻ തന്നെയാണ് കാരണഭൂതനായി നിൽക്കുന്നത്. അപ്പം ഈ മഹത്വത്വം സ്വതവേ സത്വപ്രധാനനാണ്. എങ്കിലും അതിൽ രജസ്സും തമസ്സിൻ്റെയും കലർപ്പുണ്ട്.
അപ്പം അത് ജീവങ്ങൾ ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും തമോ ഗുണത്തിന് ആധിക്യമുള്ളതും ആയ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിക്കുന്നു എന്നർത്ഥം. എന്തേ പറഞ്ഞതെന്ന് വെച്ചാൽ മഹത്തത്വം സൃഷ്ടിക്കുന്നു. മഹത്തത്വം ടോട്ടലായിട്ട് എടുക്കുമ്പോൾ അത് സത്വഗുണപ്രധാനമാണ്. ആ മഹത്വത്തിൽ പക്ഷേ രജസ്സും തമസിൻ്റെയും കലർപ്പ് സാന്നിധ്യം ഉണ്ട്. ഈ മഹത്തത്വത്തിൽ നിന്ന് പിന്നീട് അഹങ്കാരം എന്ന തത്വം ഉണ്ടാവുന്നു. ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു തത്വമായിട്ടാണ് പറയണത്. നമ്മൾ പറയുന്ന വ്യക്തിഗതമായ ഒരാളുടെ അഹങ്കാരം അല്ലെങ്കിൽ അഹന്ത അതല്ല ഇവിടെ അഹങ്കാരം എന്ന വാക്കിൻ്റെ വിവക്ഷ. അതാണ് ഓരോ വാക്കിനും ഓരോ സമയത്തെ അർത്ഥങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അഹങ്കാര തത്വം എന്ന് പറയുമ്പോൾ ഒരാൾ അഹങ്കാരിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ആ അഹങ്കാരത്തിൽ നിന്നാണ് വ്യക്തിഗതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകുന്നത് എന്നേ ഉള്ളൂ. ഇവിടെ അത് മഹത്വത്വം, അതിൽ നിന്നുണ്ടാകുന്ന മറ്റൊന്നാണ് അഹങ്കാരം. ചുരുക്കം ആദ്യം മഹത്വത്വം ഉണ്ടായി, പിന്നെ അഹങ്കാരം ഉണ്ടായി. മഹത്വത്വം സത്വഗുണപ്രധാനമാണ്, അഹങ്കാരതത്വം തമോ ഗുണപ്രധാനമാണ്. അത്രയേ ഉള്ളൂ. മഹത്വത്വം ഉണ്ടായി, അത് സത്വഗുണപ്രധാനവും, അതിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി, അത് തമോ ഗുണപ്രധാനവും ആണ്. അപ്പോൾ അഹങ്കാര തത്വമാണ് മഹത്വത്വത്തിന് ശേഷം ഉണ്ടായത്. സമ്പുഷ്ടം ത്രിഗുണൈ തമോദിബകലം വിഷ്ണു ഭവത് പ്രേരണാട്ട്. ഇപ്പം ചുരുക്കം മഹത്വത്വത്തിനെ വർണ്ണിക്കുകയാണ് ഇവിടെ. തുടർന്ന് അതിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി. രണ്ട് സംഗതിയാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഒന്ന് മഹത്വത്വത്തിൻ്റെ പ്രത്യേകത, രണ്ടാമത് അതിൽ നിന്നുണ്ടായ അഹങ്കാര തത്വത്തിൻ്റെ പ്രത്യേകത. ഈ രണ്ട് കാര്യം ഈ ശ്ലോകത്തിൽ ആദ്യ പാദത്തിൽ മഹത്വത്വത്തിൻ്റെ പ്രത്യേകത. തത്രാസൗ ത്രിഗുണാത്മകോപിജ മഹാൻ. തത്രാസൗ മീൻസ് അഹങ്കാര. അതിൽ ആദ്യം പറഞ്ഞതായിട്ടുള്ള മഹത്വത്വം എന്നത് അതാണ് ഈ തത്രാസൗ ച മഹാൻ. അതിൽ നിന്ന് മഹത്വത്വമാകട്ടെ ത്രിഗുണാത്മകോപി, ത്രിഗുണങ്ങളുടെ സ്വരൂപമാണെങ്കിലും മായാകാര്യങ്ങളിൽ മഹത്വത്വം രത്രിതമോ ഗുണങ്ങൾ ചേർന്നതാണെങ്കിലും സത്വപ്രധാന സ്വയം, അധികവും സത്വമാണ് കണ്ടുവരുന്നത്. കൂടുതൽ സത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ജീവാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ നിർവികൽപ്പം അഹമിത്ബോധ നിഷ്പാദക. മഹത്വത്വത്തിൽ ജീവാത്മാക്കളുടെ സാന്നിധ്യം ഞാൻ എന്ന ഒരു ഭാവത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാകുന്നു. ഞാൻ എന്നൊരു കാര്യം അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോഴോ ചക്രേസ്മിൻ സവികൽപ്പബോധക മഹന്തത്വം മഹാൻ കല്ലസു. ആ മഹത്വത്വം ചക്രേ അസ്മിൻ സവികൽപ്പം, അഹന്തത്വം ചക്രേ, അഹന്തത്വം അതിൽ നിന്ന് ഉണ്ടാകുന്നു. ചക്രേസ്മിൻ സവികൽപ്പബോധകം അഹം തത്വം മഹാൻ കല്ലസു, മഹാൻ കല്ലസു. ആ മഹത്തത്വത്തിൽ നിന്ന് അഹം തത്വം ഉണ്ടാവുന്നു. ആ അഹന്തത്വം ഞാൻ എന്ന ബോധം ഉണ്ടാക്കുന്നത് കൊണ്ട് തമോ ഗുണപ്രധാനം ആണ്. സവികൽപ്പബോധകം അഹം തത്വം, സവികൽപ്പബോധകം അഹം തത്വം. മുൻപറഞ്ഞ വികല്പത്തിൻ്റെ ബോധമുളവാക്കുന്ന അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിക്കുന്നു. അഹം തത്വം ചക്രേ. മഹത്തത്വം ജീവൻ്റെ ഞാൻ എന്ന ആ വികല്പം ഉണ്ടാകുന്നത് കൊണ്ട് എന്തുകൂടി സൃഷ്ടിച്ചു? അഹം തത്വം ചക്രേ. ചക്രേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, വെർബാണ്. അഹം തത്വം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന തത്വം, അഹം തത്വം, അഹം തത്വത്തെ സൃഷ്ടിച്ചു എന്നർത്ഥം. ത്രിഗുണങ്ങൾ നിറഞ്ഞതായിരിക്കുന്നതും എന്നാൽ തമോ ഗുണത്തിന് ആധിക്യമുള്ളതും. അപ്പോൾ ഏതിൽ നിന്നാണ് ഉണ്ടായത്? മഹത്തത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. മഹത്തത്വം എന്ന് പറഞ്ഞാൽ ഏത് ഗുണത്തിന് പ്രാധാന്യം? സത്വഗുണത്തിന് പ്രാധാന്യം. അതിൽ നിന്നുണ്ടായത് എന്താണ്? അഹം തത്വം. അഹം തത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? തമോ ഗുണപ്രധാനമാണ്. അതിൽ നിന്ന് വ്യത്യസ്തം. ആദ്യത്തെ തത്വമായിരുന്നു മഹത്തത്വം, ഇതോ അഹം തത്വം. അഹം തത്വം ആവട്ടെ തമോ ഗുണപ്രധാനമാണ്. അങ്ങനെ തമോ ഗുണത്തിന് പ്രാധാന്യമുള്ളതായ അഹം തത്വത്തെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ജീവന്മാരുടെ ഞാൻ എന്ന സ്ഫുരണം കാരണം.
ഞാൻ എന്നതായിട്ടുള്ള ബോധം കാരണം സവികൽപ്പമഹം ഇതി ഉദ്ബോധ നിഷ്പാദക ഖലു എന്നാണ്. വികൽപ്പം നിർവികൽപ്പം സ്വയം നിർവികൽപ്പം അഹം ഇതി ഉദ്ബോധക. നിർവികൽപ്പം അഹം ഇതി ജീവൻ ഇത് വികല്പമില്ലാത്ത ഞാൻ എന്ന ഒരു തോന്നലിനെ സ്വയമേ ആദ്യം ഉളവാക്കുന്നു. പിന്നീട് വികല്പപ്രകാരം അത് സവികല്പമായിട്ട് തീരുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. വികല്പം എന്ന് പറഞ്ഞാൽ ഈ ചലനം, രണ്ടെന്ന തോന്നൽ, അദ്വൈതം, അതിനാണ് ഈ വികല്പം എന്ന് പറയുക. സകല്പവും വികല്പവും ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്, നിർവികല്പവും സവികല്പവും. നിർവികല്പം എന്ന് പറയുമ്പോൾ അധികം വികാരമില്ലാത്തത്, ജീവൻകൾ വികല്പമില്ലാത്ത ഞാൻ എന്ന ഒരു തോന്നലിന് സ്വയം ഉളവാക്കുന്നു എന്നാണ്. അവിടെ ഞാൻ ഇത് എന്ന വികല്പം വളരെയധികം ഉണ്ടാവാത്ത ഒരവസ്ഥ ആദ്യം ഉണ്ടാവും. നിർവികല്പം അഹമിത് ബോധ നിഷ്പാദക. പിന്നീട് എന്തുണ്ടാവണു? ഭവത് പ്രേരണാൻ സവികല്പമായിട്ട് അഹങ്കാരതത്വവും അതിൽ നിന്നും ഉണ്ടാവുന്നു. ചക്രേസ്മിൻ സവികല്പബോധകമഹം തത്വം മഹാൻ ഗല്ലസോ സമ്പുഷ്ടം ത്രിഗുണൈ തമോതി ബഹുലം വിഷ്ണോ ഭവ പ്രേരണാത്. ശ്ലോകത്തിൻ്റെ രണ്ട് ഭാഗമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് ആദ്യഘട്ടം, രണ്ട് രണ്ടാമത്തെ ഘട്ടം. ആദ്യഘട്ടം ഏതാണ്? തത്രാസോ ത്രിഗുണാത്മകോപിച്ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേത്തിങ്കലു നിർവികൽപ്പം അമിത് വിബോധ നിഷ്പാദക. അതാണ് ആദ്യഘട്ടം, ശ്ലോകത്തിൻ്റെ ആദ്യ പാദം എന്ന് പറയാം. ആ ആദ്യ പാദത്തിൽ മഹത്വത്വത്തെക്കുറിച്ചിട്ടാണ് പറയണം. എന്താണ് മഹത്വത്വത്തെക്കുറിച്ച് പറയുന്നത്? സത്വപ്രധാന സ്വയം എന്ന് പറഞ്ഞു. സാത്വികത്തിന് പ്രാധാന്യമുള്ള ഒന്നാണ് മഹത്വത്വം എന്ന് പറഞ്ഞു. അപ്പോൾ മഹത്വത്വത്തെ പറ്റി പറഞ്ഞു. ആ മഹത്വത്വം സത്വപ്രധാനനാണെന്നും പറഞ്ഞു. അപ്പോൾ രജസിൻ്റെയും തമസിൻ്റെയും കുറവുണ്ടാവും, സത്വത്തിൻ്റെ കൂടുതൽ ഉണ്ടാവും. അപ്പം അതിൽ ജീവന്മാരുടെ നിർവികൽപ്പമായിട്ടുള്ള അഹം ആണ് മഹത്വത്വത്തിൽ ഉണ്ടാവുക. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ അധികം ഞാൻ എന്ന സംസാരബോധം ഇല്ലാത്തത് എന്നർത്ഥമാണ്. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരുവിധ പ്രപഞ്ചബന്ധങ്ങളും ഇല്ലാത്ത സമാധി. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥയ്ക്കൊക്കെ ഈ നിർവികൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ മഹത്വത്വം നിർവികൽപ്പമാണ്. ഈ തമോ ഗുണത്തിൻ്റെയാണ് രണ്ടാമത്തെ പാദം. ചക്രേസ്മിൻ സവികൽപ്പബോധകം അഹം തത്വം മഹാൻ ഖല്ലസോ സമ്പുഷ്ടം ത്രിഗുണൈ തമോതി ബഹുലം വിഷ്ണോ ഭവ പ്രേരണ. താത്വികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയണത്. അപ്പം രണ്ടാമത്തെ എന്താണ് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പോണത് അഹന്തത്വം ഉണ്ടായി. മഹത്വത്തിൽ നിന്ന് എവിടെ രാമായണത്തിലൊക്കെ തന്നെ ഒരേ തന്നെ പറയണത്. ആദ്യം ഉണ്ടാവുന്നത് മഹത്വത്വം, പിന്നെ അതിൽ നിന്ന് അഹങ്കാരതത്വം. ഇത് രണ്ടെണ്ണം അങ്ങനെയാണ് പിന്നെ ബാക്കി പറയുക. അപ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്ന തത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? സവികൽപ്പം മാറി. നേരത്തെ നിർവികൽപ്പമായിരുന്നു, ഇവിടെ സവികൽപ്പമായി. ഏതാണ് നിർവികൽപ്പം? മഹത്വത്വം. ഏതാണ് സവികൽപ്പം? അഹങ്കാരതത്വം. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള മഹന്തത്വം നിർവികൽപ്പമായിരുന്നു, ഇവിടെയോ സവികൽപ്പമായി. കുറച്ചൊരു സംസാര ബന്ധോ ബാധയുള്ളതിനാണ് ഈ സവികൽപ്പം. സംസാര ബന്ധോ ബാധ ഇല്ലാത്തതിനാണ് നിർവികൽപ്പം. അത്രയേ ഉള്ളൂ. രണ്ടും രണ്ട് ഓപ്പോസിറ്റ്. നിർവികൽപ്പം സവികൽപ്പം. മഹത്വത്വം നിർവികൽപ്പമായിരുന്നു, അഹങ്കാരതത്വം സവികൽപ്പമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് അഹങ്കാരതത്വം സവികൽപ്പമായതുകൊണ്ട് ആ രീതിയിൽ സൃഷ്ടമായി. എങ്ങനെയാ? വിഷ്ണു ഭവത് പ്രേരണ. അതിനൊക്കെ പ്രേരണയായിട്ട് നിൽക്കുന്ന സർവേശ്വര അവിടുന്നല്ലേ എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ മഹത്വത്വത്തെക്കുറിച്ച് ത്രിഗുണാത്മകത്തിൽ നിൽക്കുന്നതായിട്ട് ആണെങ്കിലും സാത്വികത്തിന് പ്രാധാന്യമുള്ള ആ മഹത്വത്വം ഉണ്ടായി. അതാവട്ടെ നിർവികൽപ്പമകമി തിബോധ നിഷ്പാദക, നിർവികൽപ്പമാകുന്നു. സത്വഗുണപ്രധാനമായിട്ടുള്ളതൊക്കെ അധികം പ്രപഞ്ചമായിട്ട് ബന്ധമില്ലാത്തതാവും. അപ്പം അത് നിർവികൽപ്പമായിരിക്കുന്ന മഹത്വത്വം സാത്വിക പ്രധാനമായിട്ട് സൃഷ്ടമായി. ഒന്ന്. രണ്ടാമത് സവികൽപ്പമായിരിക്കുന്ന അഹന്തത്വം അതിൽ നിന്ന് സൃഷ്ടമായി. സവികൽപ്പം, അതാണ് അഹങ്കാരതത്വം. എല്ലാറ്റിനും പ്രേരണഘടകമായിട്ട് നിൽക്കുന്നത് ആരാണ്? വിഷ്ണു ഭവത് പ്രേരണ, അല്ലെങ്കിൽ സർവേശ്വര. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അവിടെ നിന്നല്ലേ. മഹത്വത്വം സത്വപ്രധാനം, നിർവികൽപ്പം. മൂന്ന് വിശേഷണമുണ്ട്. മഹത്വത്വം രണ്ട് വിശേഷണമുണ്ട്. ഒന്ന് നിർവികൽപ്പവും സത്വപ്രധാനവും. അഹങ്കാരതത്വത്തിനും രണ്ട് വിശേഷം. സവികൽപ്പമാണ്, തമോ ഗുണപ്രധാനവുമാണ്. ഇതിനൊക്കെ കാരണം വിഷ്ണു ഭവ പ്രേരണ.
തത്രാതോ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം മഹാൻ മഹതത്വം മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്തിൻകലു നിർവികൽപ്പം അഹമിത്യുദ്ബോധ നിഷ്പാദക. അഹം ഉണ്ടെങ്കിലും ഒരു നിർവികൽപ്പമാണ്, വലിയൊരു അഹംബോധല്യ എന്നർത്ഥം. തുടർന്ന് ചക്രേസ്മിൻ സവികൽപ്പബോധകം അഹം തത്വം, പിന്നെ അഹങ്കാരതത്വം ഉണ്ടായി സവികൽപ്പമാണ്, കൂടുതൽ പ്രപഞ്ചബന്ധം ഉണ്ട് എന്നർത്ഥം. മറ്റത് ഇല്ല. മഹാൻ കല്ലുസോ സമ്പുഷ്ടം ത്രിഗുണൈ തമോധി ബഹുലം. ഇത് 3 ഗുണങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ തമസ്സിനാണ് പ്രാധാന്യം. വ്യത്യാസമുണ്ട്. ആദ്യത്തെ സത്വഗുണമാണ്, ഇവിടെ തമസ്സിനാണ്. ത്രിഗുണൈ 3 ഉണ്ട്, പക്ഷെ പ്രാധാന്യം ആധിക്യം ഏതിനാവും? ത്രിഗുണൈ തമോധിബഹുലം തമോധിബഹുലം വിഷ്ണു ഭവത് പ്രേരണ. ഇതിനെല്ലാം പ്രേരണ ഘടകമായിട്ട് നിൽക്കുന്നത് സർവേശ്വര അവിടുന്നാണ് എന്ന് പറഞ്ഞു. സവികൽപ്പബോധം നിർവികൽപ്പബോധം. ആദ്യം നിർവികൽപ്പമാണ്, സത്വഗുണപ്രധാനമാണ്, മഹത്തത്വം. ഇതിന് പറഞ്ഞു സവികൽപ്പമാണ്, അഹങ്കാരപ്രധാനമാണ്, രജോ തമോ ഗുണപ്രധാനമാണ് അഹങ്കാരം എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് അത് എല്ലാം ഭവത് പ്രേരണ കൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നത്. മഹത്തത്വത്തിൻ്റെ ഒരു രൂപം, അഹന്തത്വത്തിൻ്റെ ഒരു രൂപം. മഹത്തത്വം സാത്വിക പ്രധാനമാണ്, അഹന്തത്വം തമോ ഗുണപ്രധാനമാണ്. മഹത്തത്വം നിർവികൽപ്പമാണ്, അഹങ്കാരതത്വം സവികൽപ്പമാണ്. എല്ലാം സർവേശ്വര അവിടുത്തെ പ്രേരണ കൊണ്ട് ഉണ്ടായി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.